ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ല കിടിലൻ ഡ്രിങ്കാണ് കാണിക്കുന്നത്. വാട്ടർ മെലണും റൂ ഹൗസയും വെച്ചിട്ടുള്ളൊരു ഡ്രിങ്കാണ്. റൂ ഹൗസാന്ന് ഗൾഫ് നാടുകളിലൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ ചിലവുന്ന ഒരു സ്ക്വാഷാണ്. അതുപോലെ തന്നെ വേനൽക്കാലത്തും ചൂടുള്ള സമയത്തും ഇഫ്താറിനുമാണ് ഇത് ഏറ്റവും കൂടുതൽ ചിലവുള്ളത്. റൂ ഹൗസ എന്നുള്ള പേര് പോലെ തന്നെയാണ് റൂ ഹൗസ വെച്ചിട്ടുള്ള എല്ലാ ഡ്രിങ്ക്സും. റൂ ഹൗസ സർബത്തും പിന്നെ നമ്മൾ മിൽക്ക് ഷേക്കും ഫലൂദ എന്തിലും നമ്മൾ ഈ ഒരു റൂ ഹൗസ ചേർക്കുന്ന സമയത്ത് പേര് പോലെ തന്നെ നല്ലൊരു കുളിർമ കിട്ടുന്നുണ്ട് ശരീരത്തിനും മനസ്സിനെല്ലാം. ഇപ്പോൾ വേനൽക്കാലത്തൊക്കെ നമ്മൾ ഭയങ്കര ക്ഷീണം പിടിച്ചിരിക്കുന്ന സമയത്ത് ഇത് വെച്ചിട്ട് ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കുന്ന സമയത്ത് നല്ലൊരു റിഫ്രഷ്മെൻ്റാണ് കിട്ടുന്നത്. റൂഹ് എന്ന് പറഞ്ഞാൽ ആത്മാവ്, ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന. ഹഫ്സ എന്ന് പറയുന്നത് റിഫ്രഷർ. അപ്പം റൂ ഹഫ്സ എന്ന് പറയുന്നത് ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന എന്ന് പറഞ്ഞ ഒരു അർത്ഥമാണ് വരുന്നത്. അതേപോലെ തന്നെയാണ് ശരീരവും മനസ്സും നന്നായിട്ട് തണുക്കാനും ഈ ഒരു ഡ്രിങ്ക് നല്ലതാണ്. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കേട്ടാൽ നമ്മൾ തീർച്ചയായിട്ടും ഞെട്ടും. 10-13 പഴവർഗ്ഗങ്ങളുടെ സത്ത്, അതുകൂടാതെ തന്നെ രാമച്ചത്തിൻ്റെ വേരില്ലേ അത്, പിന്നെ ഒരുപാട് തരം പൂവുകൾ. മെയിനായിട്ട് ഇതിനകത്ത് വരുന്നത് റോസാപ്പൂവിൻ്റെ ഒരു ഫ്ലേവറാണ്. അതുകൂടാതെ താമരപ്പൂ, കൈതപ്പൂ, പിന്നുള്ളത് 10 മണിപ്പൂവില്ലേ അതിൻ്റെ ഇല, ലില്ലിപ്പൂവിൻ്റെ ഇല, പിന്നെ വൈൻ ഗ്രേപ്പില്ലേ അതിൻ്റെ ഇല, ക്യാരറ്റ്, അങ്ങനെ ഒരുപാട് സത്തുക്കൾ അടങ്ങിയിട്ടുള്ളൊരു സ്ക്വാഷാണിത്. ഇഫ്താറിൻ്റെ ടൈമിലും പിന്നെ പൊള്ളുന്ന വേനൽ ചൂടിനെ തണുപ്പിക്കാനൊക്കെ പറ്റിയ വാട്ടർ മെലനും ഈ ഒരു റൂ ഹൗസയും വെച്ചുള്ള ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നല്ല വാട്ടർ മെലൺ നമുക്ക് എടുക്കാം. നല്ല മധുരമുള്ള വാട്ടർ മെലൺ ആണെങ്കിൽ പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വേനലാകുന്ന സമയത്ത് വാട്ടർ മെലനൊക്കെ ഒരുപാട് കിട്ടും. പിന്നെ ഇഫ്താറിനും ഈ ഒരു ഡ്രിങ്ക് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഗ്ലാസ് ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മളെ ശരീരമൊക്കെ തണുക്കാനും ക്ഷീണമൊക്കെ മാറാനും ഇത് മാത്രം മതി. അപ്പം കുറച്ച് വാട്ടർ മെലൺ എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് വലിയ പീസാക്കിയിട്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വലിയ പീസ് നമുക്ക് ജ്യൂസാക്കി എടുക്കാം. ഇപ്പോൾ ഞാനിതൊരു ചെറിയ അളവിലാണ് കാണിക്കുന്നത്, ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വാട്ടർ മെലനില്ലേ അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലിപ്പം വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതിനകത്തേക്ക് ചേർക്കുന്നത് നല്ല തണുത്ത പാലാണ്. ഇത് നമ്മൾ തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച പാലാണ്. പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നല്ല മധുരമുള്ള വാട്ടർ മെലനൊക്കെ ആണെങ്കിൽ പഞ്ചസാര ചേർക്കണമെന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് ചിയാ സീഡ് നേരത്തെ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു പാലും വാട്ടർ മെലനും പഞ്ചസാരയും കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജ്യൂസർ എന്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റൂ ഹഫ്സയാണ്. ഒരു ഗ്ലാസ്സിൽ ഞാനൊരു സ്പൂണ് റൂ ഹഫ്സ ചേർക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ റൂ ഹഫ്സ ചേർക്കുന്ന സമയത്ത്. ഇതിനകത്തേക്ക് അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ല, അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇതിനകത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ തണുത്ത പാലിൽ വേണത് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാനൊരു ഗ്ലാസിൻ്റെ അളവിലല്ലേ കാണിക്കുന്നത്. അപ്പം ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ നമുക്ക് വലിയ അളവിൽ കുറച്ച് അധികം അളവിലൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. അപ്പോൾ ഒരു വലിയ ബൗളൊക്കെ എടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് 1/4 ഭാഗത്തോളം ഈ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം വലിയ അളവിലൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ വലിയൊരു ബൗളിലേക്ക് ഇതുപോലെ ജ്യൂസ് അടിച്ചിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇതില്ല അതിട്ട് കൊടുത്താൽ മതി. വാട്ടർ മെലൺ അങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. കുറച്ച് നമുക്ക് ജ്യൂസായിട്ടും കുറച്ച് കടിക്കാനും കിട്ടുന്ന സമയത്താണ് ഈ ഒരു ജ്യൂസ് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഈ ഒരു ജ്യൂസിനകത്തേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ട് ചിയാ സീഡില്ലേ അത് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ കസ്കസ് ആയാലും മതി. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു വാട്ടർ മെലൺ അതും കൂടെ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്താണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ആ ഒരു തണുത്ത ഒരു ജ്യൂസും പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വാട്ടർ മെലണും പിന്നെ ചിയാ സീഡും പിന്നെ നമ്മൾ കുറച്ച് നട്ട്സ് എല്ലാം ചേർക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഈ ഒരു വാട്ടർ മെലൺ ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ചും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ചിയാ സീഡ്. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് സെർവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴാണോ നമ്മൾ ഈ ഒരു ജ്യൂസ് കഴിക്കുന്നത് അതുവരെ നമുക്കിത് ഫ്രിഡ്ജിൽ വേണം വെക്കാനായിട്ട്. നന്നായിട്ട് തണുപ്പോടുകൂടി വേണം നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കഴിക്കാനായിട്ട്. അപ്പോൾ കഴിക്കുന്ന സമയത്ത് മാത്രം നമുക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ബദാമും കാഷ്യൂവും പിസ്ത അങ്ങനത്തെ നമുക്ക് എന്തൊക്കെയാണോ നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇഷ്ടമുള്ളത് ആ ഒരു നട്ട്സും കൂടെ ചേർത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നാട്ടിൽ പൊള്ളുന്ന വെയിലല്ല, അപ്പോൾ പൊള്ളുന്ന വെയിൽ നമുക്ക് ശരീരവും മനസ്സൊക്കെ ഒന്ന് നന്നായിട്ട് തണുപ്പിക്കാൻ വേണ്ടിയിട്ടും
അതുപോലെ തന്നെ ഇഫ്താറിന് നമുക്ക് സ്പെഷ്യലായിട്ടൊക്കെ ഡ്രിങ്കൊക്കെ തയ്യാറാക്കണം എന്ന് ആഗ്രഹമുള്ള സമയത്തും ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ഡ്രിങ്കാണ്. വാട്ടർ മെലണും ഇപ്പം ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മുടെ വയറും ശരീരമൊക്കെ നന്നായിട്ട് ഫില്ലാവും. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.